ഹലോ മക്കളെ, എല്ലാവർക്കും സൈലോ ലേണിംഗിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മള് നളചരിതം എന്ന ആട്ടകഥയെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. എന്തിനാ അപ്പൊ നളചരിതത്തെ കുറിച്ച് പറയുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് സംശയം തോന്നുന്നുണ്ടെങ്കിൽ ഇതിന് തൊട്ട് മുമ്പത്തെ മലയാളത്തിന്റെ വീഡിയോ മക്കളൊന്ന് കണ്ടു നോക്കണം. ഓക്കെ, അപ്പൊ നമ്മുടെ പ്രലോഭനം എന്ന് പറയുന്ന കേരള പാഠാവലിയിലുള്ള 3ാമത്തെ യൂണിറ്റിലെ ആദ്യത്തെ പാഠഭാഗമായിട്ടുള്ള ഈ പ്രലോഭനം എന്ന് പറയുന്ന പാഠഭാഗത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മൾ ഈ നളചരിതം ആട്ടകഥയെ പരിചയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ ഈ നളചരിതം ആട്ടകഥയിലെ 2ാമത്തെ ദിവസമാണ് നമുക്ക് പഠിക്കാനുള്ള പ്രലോഭനം. ഓക്കെ, അപ്പൊ എന്താണ് നളചരിതം? അതൊരു ആട്ടകഥയാണ് എന്ന് ടീച്ചർ ഓൾറെഡി പറഞ്ഞു. അപ്പൊ എന്താ ആട്ടകഥ? ആട്ടകഥ എന്ന് പറഞ്ഞാൽ ആട്ടത്തിനുള്ള കഥ അല്ലെ. ആട്ടം എന്താണ്? കഥകളി ആട്ടം അല്ലെ. ആ കഥകളിയുടെ കഥയാണ്, അല്ലെങ്കിൽ നമ്മളിപ്പോ കഥകളിയുടെ സാഹിത്യ രൂപമാണ് എന്ത് ആട്ടകഥ എന്ന് പറയും. ഇപ്പൊ നമ്മൾ സിനിമ കാണുമ്പോൾ എന്ത് ചെയ്യാറുണ്ട്? ആ സിനിമയ്ക്ക് ഒരു കഥയുണ്ടാവാറുണ്ട് അല്ലെ. അതിനെ നമ്മൾ തിരക്കഥ എന്ന് പറയും. അതേപോലെ നമ്മുടെ കഥകളിയുടെ സാഹിത്യ രൂപമാണ് ആട്ടകഥ. ഓക്കെ, അപ്പൊ നളചരിതം എന്ന് പറയുന്ന ഒരു കഥയെ ആസ്പദമാക്കിയിട്ടാണ് നമ്മുടെ പ്രലോഭനം എന്ന് പറയുന്ന പാഠഭാഗം നമ്മൾ നിർമ്മിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ അതിലെ 2ാമത്തെ ദിവസമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പൊ ഇത് നളന്റെയും ദമയന്തിയുടെയും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലവ് സ്റ്റോറിയാണ് എന്ത് നളചരിതം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോ നമുക്ക് ഈ കഥയൊക്കെ ഒന്ന് മനസ്സിലാവണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ പാഠഭാഗം ഒന്ന് എളുപ്പത്തിൽ നമുക്ക് അങ്ങ് ദഹിക്കാത്തതിന്റെ കാരണം എന്ന് പറയുന്നത് നമുക്ക് എന്ത് മനസ്സിലാവാത്തതുകൊണ്ടാണ്? നമ്മൾ ഈ പാഠത്തിലെ ശ്ലോകങ്ങൾ മാത്രം നമ്മൾ വായിച്ചു പോകുമ്പോഴാണ് ഏത് പുഷ്കരൻ, ഏത് നളൻ, ഏത് ദമയന്തി എന്നൊക്കെ നമുക്ക് തോന്നുന്നത് അല്ലെ. കലി ആരാണ്, ദ്വാപരൻ ആരാണെന്നൊക്കെ നമുക്ക് കൺഫ്യൂഷനൊക്കെ ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് ആ കഥയൊന്നും എവിടുന്നൊക്കെയോ നമ്മൾ എന്തൊക്കെയോ പഠിക്കുന്നത് കൊണ്ടാണ്. അപ്പോ ഏറ്റവും ബേസിക് ആയിട്ട് എന്താണ് നളചരിതം, ആരൊക്കെയാണ് ഇവര് എന്നൊക്കെ നമുക്കൊന്ന് അറിയണ്ടേ. അപ്പൊ ടീച്ചർ ഒരു കഥയാണ് പറയാൻ പോകുന്നത്, എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. അപ്പൊ ഭയങ്കര രസമായിട്ടുള്ള ഒരു കഥയാണ്, രസകരമായ ഒരു കഥയാണ്. അതാണ് നളോപാഖ്യാനം, നളന്റെ കഥയാണ്. ഓക്കെ, അപ്പോ നളന്റെ കഥയാണ് നമ്മളെ ഈ നളചരിതം എന്ന് പറയുന്ന കഥ. അപ്പൊ എന്താണ്? നിഷധം എന്ന് പറയുന്ന ഒരു രാജ്യത്തിലെ രാജാവായിരുന്നു ആര്? നളൻ കേട്ടോ. അപ്പൊ ഭയങ്കര എല്ലാ കാര്യത്തിലൊക്കെ ഭയങ്കര അടിപൊളിയായിട്ടുള്ള, ഇപ്പൊ യുദ്ധമാണെങ്കിൽ യുദ്ധം അല്ലെ, സൗന്ദര്യമാണെങ്കിൽ അങ്ങനെ, പിന്നെ എല്ലാ കഴിവാണെങ്കിലും എല്ലാത്തിലും ഭയങ്കര അടിപൊളിയായി നിൽക്കുന്ന ഒരു രാജാവായിരുന്നു നളൻ എന്ന് പറയുന്നത്. അതേപോലെ വിദർഭ എന്ന് പറയുന്ന രാജ്യത്തിലെ രാജാവായ ഭീമൻ എന്ന് പറയുന്ന രാജാവിന്റെ, നമ്മുടെ മഹാഭാരതത്തിലെ മറ്റേ ഭീമനല്ല, പാണ്ഡവർ ഭീമനല്ല, ഇത് വിദർഭ എന്ന് പറയുന്ന രാജ്യത്തിലെ രാജാവായ ഭീമന്റെ മകളാണ് ആര്? ദമയന്തി. അപ്പൊ ഇവര് രണ്ടുപേരും ഭയങ്കര പ്രശസ്തരാണ്. എന്ന് കഴിഞ്ഞാല് ഇവർ രണ്ടുപേരും കാണാനൊക്കെ ഭയങ്കര അടിപൊളിയാണ്, ഭയങ്കര ഗുണങ്ങളുള്ള ആളുകളാണ്. അപ്പൊ ആളുകളൊക്കെ ഇവരെ കുറിച്ച് ഇങ്ങനെ പറയും അല്ലെ, ആ വിദർഭയിലെ രാജാവിന്റെ മോളുണ്ട്, എന്തൊരു ഭംഗിയാണ് ദമയന്തിനെ കാണാന്നൊക്കെ പറഞ്ഞിട്ട് ആ ദമയന്തിയെ കുറിച്ച് എന്ത് ചെയ്യുന്നു, ആളുകളൊക്കെ ഇങ്ങനെ പറയുന്നു. അതേപോലെ നളനെ കുറിച്ചും എന്ത് ചെയ്യുന്നുണ്ട്, ആളുകൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ ഇവരെ രണ്ടുപേരും എന്ത് ചെയ്യുന്നു, ഇതൊക്കെ കേൾക്കുന്നുണ്ട് അല്ലെ. നളനെ കുറിച്ച് ദമയന്തിയും കേൾക്കുന്നു, ദമയന്തിയെ കുറിച്ച് നളനും കേൾക്കുന്നുണ്ട്. അങ്ങനെ ഇവര് പരസ്പരം എന്ത് ചെയ്യാണ്, കാണാതെ പരസ്പരം കേട്ടറിഞ്ഞ് അവർ പരസ്പരം എന്ത് ചെയ്യാണ്, ഭയങ്കരമായിട്ട് ഇഷ്ടത്തിലാവുകയാണ്. അങ്ങനെ ഒരു ദിവസം നളൻ ഇങ്ങനെ നളന്റെ പൂന്തോട്ടത്ത് കൂടെ ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഭയങ്കര ഭംഗിയുള്ള ഒരു ഹംസം കേട്ടോ, ഭയങ്കര ഭംഗിയുള്ള ഹംസം, അരയന്നാണ്. അപ്പൊ മൂപ്പരിങ്ങനെ തത്തി നടക്കുകയാണ് ഈ പൂന്തോട്ടത്ത് കൂടെ. അപ്പൊ നളൻ ഓടിച്ചെന്ന് അതിനെ പിടിക്കും. അപ്പൊ ഈ പേടിച്ചു പോയ ഹംസം എന്ത് ചെയ്യൂ, അയ്യോ എന്നെ ഒന്നും ചെയ്യരുത്, ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം എന്ന് ആരോട് പറയാണ്? നളനോട് പറയാണ്. അപ്പൊ ഇങ്ങനെ നളൻ എന്ത് പറഞ്ഞു, എന്റെ മനസ്സിൽ ഇങ്ങനെ ദമയന്തിയോട് ഭയങ്കര ഇഷ്ടമുണ്ട് അല്ലെ. അപ്പൊ ഇതെങ്ങനെയെങ്കിലും മൂപ്പത്തിനൊന്ന് അറിയിക്കണം. ഇന്നത്തെ പോലെ വാട്സപ്പും ഇൻസ്റ്റാഗ്രാം ഒന്നും ഇല്ലല്ലോടാ അന്ന്. അപ്പൊ ഈ ഒരു ദൂതനായിട്ട് ആരെ പറഞ്ഞയക്കാണ്? നമ്മുടെ ഈ ഹംസത്തെ പറഞ്ഞയക്കാണ്. അങ്ങനെ ഹംസം പറഞ്ഞ ആരുടെ അടുത്ത് പോകുന്നു? ഇതാ കണ്ടോ, ഈ ചിത്രത്തിൽ കാണുന്ന പോലെ നമ്മളുടെ ഭയങ്കര സുന്ദരിയായ ദമയന്തിയുടെ അടുത്തേക്ക് പോവാണ് അല്ലെ. അപ്പൊ ദമയന്തി ആണെങ്കിലോ ഈ ഹംസത്തിനെ കണ്ട മാത്രമേ തന്നെ എന്ത് ചെയ്യുന്നു, നളന്റെ ഇഷ്ടം അറിഞ്ഞപ്പോ തന്നെ ദമയന്തി പറയുന്നത്, അയ്യോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, നളനെ ഓൾറെഡി ഞാൻ എന്ത് ചെയ്തു കഴിഞ്ഞു, പതിയായി ഭർത്താവായിട്ട് സ്വീകരിച്ചു കഴിഞ്ഞു, എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ ആരും പറയാണ്? ദമയന്തിയും പറയാണ്. അങ്ങനെ അവര് തമ്മില് കാണാതെ എന്ത് ചെയ്യുന്നു, പരസ്പരം ഇഷ്ടത്തിലാവുകയാണ് കേട്ടോ, നളനും ദമയന്തിയും. അങ്ങനെ ദമയന്തിക്ക് എന്ത് ചെയ്യാണ്, സ്വയംവരം നിശ്ചയിക്കുകയാണ്. എന്താ സ്വയംവരം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? സ്വയംവരം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് സ്വയം വരിക്കാനുള്ള അല്ലെ. ഇപ്പൊ നമ്മൾ പുരാണത്തിലൊക്കെ നമ്മൾ കാണില്ലേ, ചിലർ വില്ലൊടിച്ച് കല്യാണം കഴിക്കുന്നു എന്നൊക്കെ, ചില മത്സരങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ. അപ്പൊ വധു ഇങ്ങനെ വേദിയിലിരിക്കും. അപ്പം നല്ല കേമന്മാരായിട്ടുള്ള രാജാക്കന്മാരൊക്കെ വരും. അങ്ങനെ വന്നിട്ട് ഒരു മത്സരമൊക്കെ വെക്കും അല്ലെ. അങ്ങനെ ആ മത്സരത്തിൽ വിജയിക്കുന്ന ആളൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, അയാളെ സ്വയം അല്ലെ ഇഷ്ടപ്പെട്ട
ഇഷ്ടപ്പെട്ടാൽ ആർക്ക് കല്യാണം കഴിക്കാം, നമ്മുടെ ഈ യുവതിക്ക് വിവാഹം കഴിക്കാം. അതേപോലെ ഭീമൻ എന്ത് ചെയ്യാണ്, നമ്മളുടെ ദമയന്തിക്ക് സ്വയംവരം നിശ്ചയിക്കുകയാണ്. അപ്പൊ അത്രയും സുന്ദരിയല്ലേ, എല്ലാരും കേട്ടറിഞ്ഞ് എല്ലാ രാജാക്കന്മാരും അങ്ങ് സ്വർഗത്തുനിന്ന് ഇന്ദ്രനും വരുണനും അങ്ങനെ 5 ദേവന്മാരൊക്കെ കൂടെ ഇത് കേട്ടിട്ട് ഓടിച്ചാടി വരികയാണ് അല്ലെ. അപ്പൊ അവരെല്ലാരും കൂടെ വരികയാണ്. വരുന്ന വഴിയിൽ ആരെ കാണുന്നു, നളനെ കാണാണ്. എന്നിട്ട് നളനോട് എന്ത് പറയാണ്, ഞങ്ങളിൽ ഒരാളെ വിവാഹം കഴിക്കണമെന്ന് നീ എന്ത് ചെയ്യണം, നീ ദമയന്തിന്റെ അടുത്ത് പോയിട്ട് പറയണമെന്ന് പറയാണ് നളനോട്. നളനാകപ്പെട്ടില്ലേ, ദേവന്മാരല്ലേ പറയണത്, അവര് പറഞ്ഞു കഴിഞ്ഞാൽ അവരോട് നോ പറയാൻ പറ്റുമോ? അങ്ങനെ സങ്കടപ്പെട്ട് നളൻ എല്ലാം കൂടെ എന്ത് ചെയ്യാണ്, ദമയന്തിന്റെ അടുത്ത് പോയിട്ട് നേരത്തെ തന്നെ പറയുന്നു എന്ത് ചെയ്യുന്നത്, ഇവരിൽ ആരെങ്കിലും ഒരാളെ വിവാഹം കഴിക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ നളൻ പറയാണ്. അപ്പൊ ദമയന്തി എന്ത് പറയും നളനോട്, എനിക്ക് നളനെയാണ് ഇഷ്ടം എന്നൊക്കെ പറയാണ്. അങ്ങനെ കല്യാണത്തിന്റെ ആ ഒരു മുഹൂർത്തമായ സമയത്ത് ദമയന്തി വരണമാല്യം കൊണ്ട് അല്ലെ, മാലയൊക്കെ ഉണ്ടാവും കയ്യില്, ആ മാലയൊക്കെ എടുത്ത് നളനെ കല്യാണം കഴിക്കാൻ വേണ്ടി വന്നപ്പോൾ എന്ത് ചെയ്യാണ്, 5 നളന്മാര്, നമ്മൾ നേരത്തെ കണ്ട ഇന്ദ്രനും വരുണനും അല്ലെ, അഗ്നിഭഗവാനും എല്ലാരും കൂടെ എന്ത് ചെയ്യാണ്, നളന്റെ വേഷത്തില് നളനെ പോലെ എന്ത് ചെയ്യാണ് വന്നിരിക്കുകയാണ്. അപ്പൊ ദമയന്തി നോക്കുമ്പോ 5 നളന്മാരാണ്, ഒരേപോലെയുള്ള 5 പേര്. അപ്പൊ എന്താ ചെയ്യാതെ അവിടെ ടീച്ചർ കഥകളിയിലുള്ള ആ ഒരു സിറ്റുവേഷനും കൊടുത്തിട്ടുണ്ട് കേട്ടോ. നളചരിത്രത്തിലുള്ള ഒരു ആട്ടക്കഥയിലുള്ള ഒരു സിറ്റുവേഷൻ ആണ് ഇത്. 5 നളന്മാര് അല്ലെ, നമ്മളുടെ ഈ ദേവന്മാരെല്ലാരും കൂടെ നളന്റെ വേഷത്തിൽ വന്നിട്ട് ആകെ പെടുത്തി കളഞ്ഞു ആരെ, നമ്മളുടെ ദമയന്തി അല്ലെ. അപ്പൊ ദമയന്തി ആകെ ഇങ്ങനെ കൺഫ്യൂഷനിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ ഒരു രക്ഷയില്ലാതെ ദമയന്തി എന്ത് ചെയ്യുന്നു, ഇങ്ങനെ തൊഴുതു പറയാണല്ലേ, എന്നെ ഒന്ന് രക്ഷിക്കണം അല്ലെ, എനിക്ക് നളനെ അത്രമേൽ ഇഷ്ടമായതുകൊണ്ടാണല്ലേ, അപ്പൊ നിങ്ങൾ എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കി തരണം എന്നൊക്കെ ആര് പറയുന്നു, ദമയന്തി പറയുന്നു. അങ്ങനെ ദേവന്മാരെല്ലാവരും കൂടെ അവരെ അനുഗ്രഹിച്ച് അല്ലെ, നളനും ദമയന്തിയും തമ്മിൽ എന്ത് ചെയ്യുന്നു, വിവാഹം നടക്കുകയാണ്. അങ്ങനെ വിവാഹമൊക്കെ കഴിഞ്ഞ് ദേവന്മാരൊക്കെ കൂടെ എങ്ങോട്ട് പോവാണ്, സ്വർഗത്തിലേക്ക് പോകുന്ന വഴിയിൽ വെച്ച് ആര് വരികയാണ്, നമ്മളുടെ കലിയും ദ്വാപരനും കൂടെ വരികയാണ്. ഓക്കെ, ഇവരാണ് ഇതിനകത്തുള്ള 2 വില്ലൻ കഥാപാത്രങ്ങൾ കേട്ടോ. അപ്പൊ ദ്വാപരനും കലിയും കൂടെ ഇങ്ങനെ വരികയാണ്. അപ്പൊ ദേവന്മാര് കല്യാണമൊക്കെ കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ച് അവരിങ്ങനെ പോവാണ്. അപ്പൊ കലിയോട് ചോദിക്കുന്നു, നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ദേവന്മാര് ചോദിക്കുകയാണ്. അപ്പൊ കലി പറഞ്ഞു എന്ത്, ഞങ്ങൾ ദമയന്തിനെ കല്യാണം കഴിക്കാൻ പോവാണെന്ന് പറയാണ്. അപ്പൊ ദേവന്മാരൊക്കെ ചിരിച്ചോണ്ട് പറയുന്നത്, കല്യാണമൊക്കെ നേരത്തെ കഴിഞ്ഞു, നളൻ ദമയന്തിനെയും കൊണ്ട് പോയി എന്ന് പറയാണ്. അപ്പൊ അത് കേട്ട സമയത്ത് ആർക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നു, നമ്മളുടെ കലിക്ക് അല്ലെ. കലി ഭയങ്കരമായിട്ട് കോപാകുലനാവുകയാണ്, ഭയങ്കര ദേഷ്യം വരികയാണ്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് അല്ലെ കലി എന്ത് ചെയ്യുന്നു, ശപഥം ചെയ്യാണ് അല്ലെ, ഇങ്ങനെ ഒരു മനുഷ്യപ്പുഴുവായിട്ടുള്ള നളൻ ഇങ്ങനെ കല്യാണം കഴിച്ചു കൊണ്ടുപോകുമ്പോൾ നിങ്ങളൊക്കെ ഇങ്ങനെ നോക്കി നിന്നില്ലേ എന്നൊക്കെ ആരെ പറ്റി ചീത്ത പറയുന്നു. ദേവന്മാരെയൊക്കെ ചീത്ത വിളിച്ച് എങ്ങനെയെങ്കിലും എന്ത് ചെയ്യും, നളനെ ഞാൻ ഇല്ലാതെയാക്കും എന്ന് ശപഥം ചെയ്തുകൊണ്ട് കലി അവിടുന്ന് പോവാണ്. അങ്ങനെ ആകെ ശത്രുതയാവും ആരോട്, നമ്മളുടെ നളനോട്. അങ്ങനെ വർഷങ്ങളോളം ഈ പക മനസ്സിൽ വെച്ച് നടക്കും കേട്ടോ. അങ്ങനെ നളനും ദമയന്തിയും, നളനെ ആണെങ്കിൽ നളന്റെ മേലെ ഒരു തരത്തിലും ആർക്ക് കയറി പറ്റാൻ പറ്റുന്നില്ല നമ്മളുടെ കലിക്ക്. കാരണം എന്താണ്, നളൻ അത്രയും പെർഫെക്റ്റ് ആയിട്ട് തന്നെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന അല്ലെ, എല്ലാ കാര്യത്തിലും ഭയങ്കര നല്ലതായിട്ടല്ല എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരാളായിരുന്നു ആര്, നളല്ലേ. അപ്പൊ ഒരു തരത്തിലും എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, കലിക്ക് ഈ നളന്റെ മേലെ പ്രവേശിക്കാൻ സാധിക്കുന്നില്ല കേട്ടോ. അപ്പൊ അങ്ങനെ കാത്തിരുന്ന് 12 വർഷക്കാലത്തോളം എടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, കലി നളന്റെ ദേഹത്ത് പ്രവേശിക്കുന്നത് കേട്ടോ. അതെങ്ങനെയാണ്, ഈ നളന് ഒരു പണിക്കും പോവാത്ത, ഒരു ഉപകാരം ഇല്ലാത്ത കുശുമ്പും അഹങ്കാരവും ഒക്കെ പിടിച്ചിട്ടുള്ള ഒരു അനിയനുണ്ട്. ഏറ്റവും ഇളയ സഹോദരനാണ്, ഒരു പണിക്ക് പോവില്ല, ഒരു കാര്യത്തിനും കൊള്ളൂല, അഹങ്കാരിയാണ്, കുശുമ്പാണ്, ഇങ്ങനെയൊക്കെയുള്ള ഒരു കഥാപാത്രമാണ് കേട്ടോ. അതാണ് പുഷ്കരൻ കേട്ടോ. അപ്പൊ അങ്ങനെ പുഷ്കരൻ എന്ത് ചെയ്യാണ്, സമീപിക്കും ആര്, നമ്മളുടെ കലി അല്ലെ. എന്നിട്ട് രാജ്യവും ഭരണവും സ്വത്തും പണവും ഒക്കെ നിനക്ക് നേടിത്തരാം, നീ ആരെ തോൽപ്പിക്കണം, നളനെ ചൂത് കളിക്കാൻ വിളിക്കണം എന്ന് പറയാണ് കേട്ടോ. അങ്ങനെ ചൂത് കളിക്കാൻ വിളിക്കണം എന്ന് പറഞ്ഞിട്ട് നളനെ എന്ത് ചെയ്യാണ്, തോൽപ്പിക്കാൻ വേണ്ടി കലി പുഷ്കരന്റെ സഹായം സ്വീകരിക്കുകയാണ്. ഇതാണ് നമുക്ക് പഠിക്കാനുള്ള പാഠഭാഗമായിട്ട് കേട്ടോ. പാഠഭാഗത്തിലുള്ളത് പ്രലോഭനം എന്ന് പറയുന്നത് കലി എന്ത് ചെയ്യാണ്, പുഷ്കരനെ പ്രലോഭിപ്പിക്കുന്ന പാഠഭാഗമാണ് കേട്ടോ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ എന്ത് ചെയ്യാണ്, പുഷ്കരന്റെ അടുത്ത് പോയിട്ട് കലി ഇങ്ങനെയൊക്കെ പറയാണ്. അങ്ങനെ ഒടുവില് ചൂത് കളിയില് ആരെ തോൽപ്പിക്കുകയാണ്, നളനെ പുഷ്കരൻ തോൽപ്പിച്ച് നളനെയും ദമയന്തിയും എന്ത് ചെയ്യുന്നു, കാട്ടിലേക്ക് പറഞ്ഞയക്കുകയാണ് കേട്ടോ. അങ്ങനെ കാട്ടിലെത്തിയ നളൻ എന്ത് ചെയ്യുന്നടാ, വിശക്കും, ഇവർക്ക് ഒന്നും കഴിക്കാനൊന്നുമില്ല അല്ലെ. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ ഒരു പ്രാവിനൊക്കെ പിടിക്കാൻ നോക്കും. അപ്പൊ നളൻ എന്ത് ചെയ്യാണ്, ഇവിടുത്തെ മുണ്ടൊക്കെ ഊരിയിട്ട് ഈ പ്രാവിനെ പിടിക്കാൻ നോക്കുമ്പോ ഈ പ്രാവിന്റെ വേഷത്തിൽ വന്നത് ആരായിരുന്നു, നമ്മളുടെ
കലിയും ദ്വാപരനാണ്. ആ മുണ്ടും കൊണ്ട് ആര് പോയി? കലിയും ദ്വാപരനും പോയി അല്ലെ. അങ്ങനെ ഈ നളൻ എന്ത് ചെയ്യാണ്? വസ്ത്രം പോലും നഷ്ടപ്പെട്ടിരിക്കുകയാണ്, കാട്ടിലാണ്, കൊടും കാട്ടിലാണ് അല്ലെ. ദമയന്തി ഉണ്ട് തന്റെ കൂടെ. അപ്പൊ നളൻ എന്ത് ചെയ്യുന്നു? നളൻ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് ദമയന്തിനെ കാട്ടില് ഉപേക്ഷിച്ചിട്ടില്ലേ. ദമയന്തി എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടിട്ട് അച്ഛന്റെ അടുത്തേക്ക് പോയിട്ട് സുഖമായിട്ട് ജീവിച്ചോളും എന്ന് വിചാരിച്ചിട്ടാണ്. എന്തൊക്കെ ന്യായീകരണം പറഞ്ഞാലും കൊടും ക്രൂരതയാണ് ആര് ചെയ്തത്? നളൻ ചെയ്തത് അല്ലെ. ഒറ്റയ്ക്ക് എന്ത് ചെയ്യാണ്? ദമയന്തിനെ, അതാ ഉറങ്ങുന്ന, നിങ്ങൾ കാണുന്നില്ലേ, ഉറങ്ങുന്ന ദമയന്തിനെ വെറുതെ അല്ല പോകുന്നത്, അവളുടെ സാരീന്റെ ഒരു കഷ്ണം കൂടെ ആരും മുറിച്ചു കൊണ്ടുപോകുന്നുണ്ട്, നളൻ കൊണ്ടുപോകുന്നുണ്ട്. കാരണം ഒരു വസ്ത്രമൊന്നും ഇല്ല അല്ലെ, ഉള്ള വസ്ത്രം പ്രാവുകളും പക്ഷികളും കൊണ്ടുപോയി അല്ലെ. അപ്പൊ അങ്ങനെ കാട്ടിൽ ആരെ ഒറ്റപ്പെടുത്തി പോവാണ്? ദമയന്തിനെ ഇട്ട് പോവാണ്. ദമയന്തി പിന്നീട് ആരുടെ അടുത്തേക്ക് പോകുന്നു? ഭീമന്റെ അടുത്തേക്ക് പോവുകയും അല്ലെ. അങ്ങനെ നളനെ അന്വേഷിക്കുകയും അന്വേഷിച്ച് ഒരു തരത്തിലും ആരെ കിട്ടുന്നില്ല, നളനെ കണ്ടെത്താനൊന്നും പറ്റുന്നില്ല. അങ്ങനെ ദമയന്തി ഇങ്ങനെ സങ്കടപ്പെട്ട് കേട്ടോ, അങ്ങനെ ഒരുപാട് മാർഗങ്ങളൊക്കെ സ്വീകരിച്ച് ഋതുപർണ രാജാവിന്റെ അടുത്ത് നളനുണ്ട് അല്ലെ, ഭയങ്കര പാചകമൊക്കെ ചെയ്യുന്ന അല്ലെ. അപ്പോഴത്തേക്ക് രൂപമൊക്കെ മാറിയിട്ടുണ്ട്, നളൻ രൂപമാറ്റമൊക്കെ സംഭവിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഒടുവിൽ നളനെ കണ്ടെത്തുകയും അല്ലെ, അങ്ങനെ കുറെ പരീക്ഷണങ്ങളിലൂടെ എന്ത് ചെയ്യാണ്? അവര് വീണ്ടും ഒന്നിച്ച് ജീവിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ് നമ്മളുടെ നളചരിതം എന്ന് പറയുന്ന കഥ. ഓക്കെ, നളചരിതം എന്ന് പറയുന്ന കഥ അങ്ങനെയാണ് പോകുന്നത്. ഓക്കെ, അപ്പോ പിന്നീട് നളൻ തിരിച്ചു വരികയും രണ്ടാമത് ചൂത് കളിച്ച് പുഷ്കരനെ തോൽപ്പിക്കുകയും എല്ലാം തിരിച്ചു പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നീട് ഒരുപാട് വർഷക്കാലം നളനും ദമയന്തിയും സുഖമായി ജീവിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോ ഈ കഥ എന്ന് പറയുന്നത് മഹാഭാരതത്തില് എന്താണ്, ഈ പാണ്ഡവരുണ്ടല്ലോ, പാണ്ഡവരും നിങ്ങൾക്ക് ഓൾറെഡി പഠിക്കാനുണ്ട് അല്ലെ. നമ്മൾ ഭാരത യുദ്ധത്തിന്റെ പരിണാമത്തിൽ നിങ്ങൾ പഠിക്കുന്നുണ്ട് അല്ലെ. അതില് മഹാഭാരതത്തില് പഞ്ചപാണ്ഡവര് ദുര്യോധനൻ അല്ലെ, അവരോട് എന്ത് ചെയ്യാണ്? യുദ്ധം ചെയ്യാൻ, അല്ലെങ്കിൽ ചൂത് കളിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? ആ രാജ്യമൊക്കെ നഷ്ടപ്പെട്ടിട്ട് കാട്ടിലേക്ക് പോകുന്നുണ്ട് പഞ്ചപാണ്ഡവന്മാർ അല്ലെ. അപ്പൊ ഇതെന്തൊരു വിധിയാണ്, ഇതെന്തൊരു സങ്കടമാണെന്നൊക്കെ പഞ്ചപാണ്ഡവന്മാര് ദുഃഖിച്ചിരിക്കുന്ന സമയത്ത് ബൃഹദശൻ എന്ന് പറയുന്ന ഒരു മുനിയാണ് എന്ത് ചെയ്യുന്നത്? ഇങ്ങനൊന്നും വിഷമിക്കേണ്ട ആവശ്യമില്ല അല്ലെ, ഇതിലും വലിയ കഥയൊക്കെ ഇവിടെ നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ നളന്റെയും ദമയന്തിയുടെയും കഥ ആർക്ക് പറഞ്ഞു കൊടുക്കുന്നത്? നമ്മുടെ പഞ്ചപാണ്ഡവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെ മഹാഭാരതത്തിലുള്ള ഒരു കഥയാണ് നളന്റെ കഥ. അങ്ങനെ എന്ത് ചെയ്യുന്നു? അങ്ങനെയുള്ള ഈ നളചരിതം കഥയിലെ രണ്ടാമത്തെ ദിവസമാണ് അല്ലെ, കലി പുഷ്കരന്റെ അടുത്ത് പോയിട്ട് പുഷ്കരനെ ഇങ്ങനെ പ്രലോഭിപ്പിച്ചുകൊണ്ട് രാജ്യവും സ്വത്തും ഭരണവും ഒക്കെ കൈക്കലാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു ഭാഗമാണ് നമ്മളുടെ പാഠഭാഗം എന്ന് പറയുന്നത് അല്ലെ. ഇനി നിങ്ങൾ ആ കവിത ഒന്ന് വായിച്ചു നോക്കിയേ, ഈ കഥയൊക്കെ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ പാഠഭാഗം ഒന്ന് വായിച്ചു നോക്കിയേ. കുറച്ചുകൂടെ ഈസി ആയിട്ട്, കുറച്ചുകൂടെ എളുപ്പത്തിൽ മക്കൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? പാഠഭാഗം മനസ്സിലാക്കാൻ പറ്റും. ഇനി മനസ്സിലായിട്ടില്ലെങ്കിൽ വിഷമിക്കേണ്ട, ടീച്ചർ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. പാഠഭാഗവും എന്ത് ചെയ്യും? ടീച്ചർ ഡീറ്റെയിൽ ആയിട്ട് ടീച്ചർ പറഞ്ഞുതരും. അപ്പൊ ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്ത് ചെയ്യണം? കമന്റ് ചെയ്യണം. അതുപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം, ലൈക്ക് ഒക്കെ ചെയ്യണം കേട്ടോ. എന്നാലേ നമുക്ക് അടുത്ത വീഡിയോ ഒക്കെ ചെയ്ത് അല്ലെ നിങ്ങളുടെ മുമ്പിലേക്ക് ഇങ്ങനെ വരാനൊക്കെ തോന്നുള്ളൂ, ഒരു ഉഷാറൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പൊ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.